ഹലോ, അപ്പോൾ ദേ വീക്കെൻഡൊക്കെ കഴിഞ്ഞു. മൺഡേ വീണ്ടും എത്തിയിരിക്കുകയാണ്. മൺഡേ ബ്ലൂ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. വീക്കെൻഡ് ചിലപ്പോൾ ഹോംവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ബുക്ക് എടുത്ത് നോക്കി ഹോംവർക്ക് ഉണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞങ്ങളെ അവനെ എണീപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവൻ ചെയ്തോളും, വലിയ മടിയൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ഹോംവർക്കും ഞാൻ എൻ്റെ ചായക്കപ്പുമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഒരുക്കി സ്കൂളിലേക്ക് വിടുകയാണ്. പിന്നെ നമ്മുടെ ആശാൻ പോയ പോലെ തന്നെ തിരിച്ചു വന്നു, ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അന്താളിപ്പാണ് എൻ്റെ മുഖത്ത് കണ്ടത്. പിന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി പാരൻറ് ഡ്രോപ്പ് ആക്കി സൂര്യചേട്ടൻ അവനെ കൊണ്ടുവിട്ടു. അങ്ങനെ അവർ പോയി ജുഗ്നുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. ഞാൻ എൻ്റെ ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും നടക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എനിക്ക് തീരെ മൂടുണ്ടാവില്ല, ഇതൊക്കെ എന്തിനെന്നൊക്കെ തോന്നും. അന്നേരം ഞാൻ എഴുതൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ സൂര്യചേട്ടൻ പോയേക്കില്ല അവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ, ഓട്സ് അങ്ങ് ഉണ്ടാക്കി വെക്കുക. അപ്പം മിക്ക ദിവസങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ലഞ്ച് കുറച്ച് ഷോക്കാണ്, പപ്പടവും പരിപ്പും മാത്രമാണ് നമുക്കിന്നുണ്ടായത്. സാരില്ല, നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു, വർക്കൊക്കെ പിന്നെയും ചെയ്തു. ഒരു 2:30 ഒക്കെ ആകുമ്പോഴത്തേനും ജുഗ്നു എത്തും. ജുഗ്നു എത്തിയ വഴി ജുഗ്നുവിന് ഇന്ന് പാല് വേണമെന്ന് പറഞ്ഞു. നമ്മൾ ജുഗ്നുവിനുള്ള പാലുണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ചായയും 2 കപ്പുമാണ് കണ്ടത്. ഇതും അത്യാവശ്യം ഷോക്കായിരുന്നു. ചായയും 2 കപ്പ് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഡിന്നർ നമ്മൾ ആര്യാസിൽ നിന്നാണ് കേട്ടോ. ആര്യാസ് റീജൻ്റിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. ഇവിടുത്തെ പനീർ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പനീർ മസാല ദോശയും ജൂനൂന് നൂഡിൽസും സൂര്യയുടെ ചപ്പാത്തിയാണ് പറഞ്ഞത്. ഇത്തവണ എല്ലാം അടിപൊളിയായിരുന്നു. നൂഡിൽസും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയായിരുന്നു ഡിന്നറൊക്കെ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞതേ നമ്മൾ രാത്രി തിരിച്ച് എത്തി. ഇനിയിപ്പം ഒന്നുമില്ല, ജുഗ്നുവിനെ പിടിച്ച് കിടത്തി ഉറക്കണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ താഴെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ താക്കോൽ എടുക്കാൻ മറന്നു വണ്ടിയിൽ നിന്ന്. അപ്പോൾ സൂര്യയുടെ താക്കോൽ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ എടുത്ത വീഡിയോ കാണലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യയുടെ താക്കോലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.